അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണം, സൂക്ഷിക്കണമെന്ന് ഏറെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അവന് നൽകപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യം. സ്വതന്ത്രമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു അവന്റെ വിധികൾ പാലിച്ചു വിലക്കുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നും ജീവിക്കാൻ സാധിക്കുക എന്നത് മഹത്തായ അനുഗ്രഹം തന്നെയാണ്. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതുപോലെ അവൻ നിയമമാക്കിയതുപോലെ സ്വതന്ത്രരായി ജീവിക്കാൻ അനുവദിക്കണമെന്നത് ഇസ്ലാം മാത്രം പറയുന്ന കാര്യമല്ല. ലോകത്ത് അറിയപ്പെട്ട എല്ലാ മതങ്ങളുടെയും കാതലായ ഒരു കാര്യം അത് തന്നെയാണ്. നമുക്ക് ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയും പറയുകയും ചെയ്യാം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം ഈജിപ്തിലെ ഗവർണറായി ചുമതല ഏൽപ്പിക്കപ്പെട്ടിരുന്നത് അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന സ്വഹാബിയെയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഈജിപ്തിൽ തന്നെ ഉണ്ടായിരുന്ന ഉമർ അദ്ദേഹത്തിന്റെ മകൻ അഥവാ ഭരണാധികാരിയുടെ ഗവർണറുടെ മകനും അവിടെയുള്ള ഒരു പൗരനും ഒരു ഈജിപ്ഷ്യൻ പൗരനും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. ഖലീഫ ഭരണാധികാരി ഗവർണറുടെ മകൻ എന്ന നിലക്ക് മകൻ ചില അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തും. ഈജിപ്ഷ്യൻ പൗരനെ ഒന്ന് ഉപദ്രവിച്ചു. ഈ വിഷയം ഇങ്ങ് മദീനയിലുള്ള ഉമർ റളിയല്ലാഹു തആല അൻഹു അറിയുകയും മദീനയിലേക്ക് അവരെ വിളിച്ചു വരുത്തി ഈ അടിയേറ്റ ആളോട് തന്നെ അടിച്ച ഭരണാധികാരിയുടെ ഗവർണറുടെ മകനെ തിരിച്ചു തല്ലാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പരസ്യമായി ആ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. എന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചിട്ടുള്ള വലിയ ഒരു ചോദ്യം ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്, നിങ്ങൾ എപ്പോഴാണ് ജനങ്ങളെ നിങ്ങളുടെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? അവരുടെയൊക്കെ മാതാക്കൾ അവരെ പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടാണ്. സ്വതന്ത്രരായി ജനിച്ചു വീണ മനുഷ്യരെ ഈ വിധം നിങ്ങൾക്ക് ശിക്ഷിക്കുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ അഭീഷ്ടത്തിനനുസരിച്ച് അവരെ ഉപദ്രവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാണ് എന്ന് പറഞ്ഞ് കടുത്ത ചില ചോദ്യങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതായി കാണാം. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് സ്വതന്ത്രനായിട്ടാണ്. അവനെ അടിമപ്പെടാൻ അർഹതപ്പെട്ടത്, അവൻ അടിമയാകേണ്ടത് റബ്ബിന്റെ അടിമ മാത്രമായിട്ടാണ്. ഒരാളുടെയും അടിമയായി ദീൻ പഠിപ്പിച്ച ആരാധനാടിസ്ഥാനത്തിലുള്ള ഒരടിമയായി
ഒരാൾക്കും ജീവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജീവിക്കുന്നത് തന്നെ ദീൻ വളരെ ഗൗരവത്തിൽ കാണുന്ന കാര്യമാണ്. മനുഷ്യനിവിടെ സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ച് ജീവിക്കാൻ ദീൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളുണ്ട്. അത് ദീനിലെ അനിവാര്യമായ, നമ്മുടെ ദീനിൽ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുമായി അതിന് ബന്ധമുണ്ടാവും. ഈ 5ൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമുണ്ടാവില്ല. ആ 5 കാര്യങ്ങൾ അത് ശ്രദ്ധിച്ച് പാലിച്ച് ഒരാൾ ജീവിക്കുമ്പോഴാണ് അവനൊരു പൂർണ്ണ സ്വതന്ത്രനായി മാറാൻ പറ്റുക. അതിന് ഒന്ന് ദീനാണ്, ദീനിന്റെ സംരക്ഷണം. മറ്റൊന്ന് നമ്മുടെ ജീവന്റെ സംരക്ഷണമാണ്. മൂന്നാമത്തേത് നമ്മുടെ ബുദ്ധിയാണ്. ബുദ്ധിക്ക് സംരക്ഷണത്തിനാവശ്യമായ നിയമങ്ങൾ ദീൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. നാലാമത്തേത് നമ്മുടെ സന്താന കുടുംബ പരമ്പരകളാണ്. 5-ാമത്തേത് നമ്മുടെ ധനമാണ്. ഈ 5 കാര്യങ്ങൾക്കുള്ള സംരക്ഷണമാണ് ദീനിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ ഒരാൾ കൃത്യമായും ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായും സ്വതന്ത്രനായി ഇതര അടിമകളുടെ ആളുകളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതനായി അള്ളാഹുവിന്റെ അടിമ മാത്രമായി അവന് ജീവിക്കാൻ പറ്റും എന്നതാണ്. ദീനിന്റെ സംരക്ഷണം അതിനുവേണ്ടിയാണ് അവനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യർ അള്ളാഹുവിനെ അല്ലാത്ത മറ്റേ ആരെങ്കിലും ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ അവന് പറയപ്പെട്ട സ്വാതന്ത്ര്യം, സ്വസ്ഥത അവനുണ്ടാവില്ല. അവന് പലതിന്റെയും അടിമയായി മാറേണ്ടി വരും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വ്യക്തി അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. എവിടെ പോയാണ് ചാടുക എന്നവൻ അറിയില്ല, എവിടെയാണ് പോയി വീഴുക എന്നറിയില്ല. ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ജീവിതമായിരിക്കും. അതുകൊണ്ട് ദീനിന്റെ സംരക്ഷണത്തിന്റെ ഏറ്റവും കാതലായ മുഖ്യമായ വശം എന്ന് പറയുന്നത് തൗഹീദാണ്. അതിഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തിരസ്കരിക്കാം. അതിന് നിർബന്ധപൂർവം ഒരാളെ ഇതിലേക്ക് ക്ഷണിച്ച് നിർബന്ധപൂർവം ഒരാളെ മതപരിവർത്തനം നടത്തുന്നത് കുറ്റകരമാണ്, പാടില്ലെന്ന് ഖുർആൻ വിലക്കിയ കാര്യമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, അത് അപ്രായോഗികവുമാണ്. അതുകൊണ്ട് ദീൻ അതിനെ വിലക്കി ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. രണ്ടാമത്തെ കാര്യം നഫ്സാൻ, അഥവാ നമ്മുടെ ജീവന്റെ സംരക്ഷണം. മനുഷ്യനിവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും. അവന്റെ ജീവന് ഭീഷണി ഉണ്ടാകരുത്. അവന് സ്വതന്ത്രമായി സമാധാനപൂർവ്വം നിർഭയത്വത്തോടുകൂടെ ഇവിടെ ജീവിക്കാൻ പറ്റണം. അതും ദീൻ അവന് നൽകുന്ന സംരക്ഷണമാണ്. അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ദീനിലുണ്ട്. അതാണ് കൊന്നവനെ കൊല്ലണമെന്ന് പറയുന്നത്. ആ രീതിയിലുള്ള സംരക്ഷണമാണ്. ആത്മഹത്യ വിലക്കിയത് ആ ഒരു സംരക്ഷണം നൽകാനാണ്. അത് മഹാപാപങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7 മഹാപാപങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോ അതിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം അന്യായമായ വധം. അത് മഹാപാപമാണ്. അത് വിലക്കിയത് മനുഷ്യന്റെ ജീവന് സംരക്ഷണം നൽകാനാണ്. അത് ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നതായാലും സ്വന്തം ജീവൻ അപഹരിക്കുന്നതായാലും രണ്ടും അതിൽപ്പെടും. സ്വന്തം ജീവൻ അപഹരിക്കലാണ് ആത്മഹത്യ, അത് മഹാപാതകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അഖ്ലാണ്, ബുദ്ധിയാണ്. നമ്മുടെ ബുദ്ധിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് ദീൻ നിർബന്ധമാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനമാണ് ലഹരി വസ്തുക്കൾ നിഷിദ്ധമാക്കിയതിന്റെ പിന്നിലുള്ള ഒരു ഹിക്മത്ത്. അതാണ് മദ്യം ഉപയോഗിക്കുന്നതോടുകൂടെ, ലഹരി വസ്തു ഉപയോഗിക്കുന്നതോടുകൂടെ അവന്റെ ബുദ്ധി അവൻ നശിപ്പിക്കുകയാണ്. അപ്പൊ അത് ദീൻ വിലക്കിയിട്ടുണ്ട്. നസ്ല് അഥവാ നമ്മുടെ കുടുംബ സംരക്ഷണം, സന്താന സംരക്ഷണം, വംശ സംരക്ഷണം,
അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദീൻ വിവാഹം നിയമമാക്കിയതും വ്യഭിചാരം നിഷിദ്ധമാക്കിയതും. വ്യഭിചാരത്തിലൂടെ അഡ്രസ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കുടുംബം എന്ന സംവിധാനം ഇല്ലാതെയാകുകയും അഡ്രസ് ഇല്ലാത്ത മേൽവിലാസമില്ലാത്ത കുഞ്ഞുങ്ങൾ പെരുകുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് സാമൂഹികമായ ദൂഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്നത് കൂടിയാണ് അത് നിഷിദ്ധമാക്കാനുള്ള ഒരു കാരണം. കുടുംബ സംരക്ഷണമാണ്. അതേപോലെ അതിനുവേണ്ടി തന്നെയാണ് അതിന്റെ വിവാഹം അത് ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ 5-ാമത്തെ കാര്യമാണ് ധനത്തിന്റെ സംരക്ഷണം. മനുഷ്യന്റെ ധനത്തിന് ദീൻ പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അത് അന്യായമായി അപഹരിക്കുന്നത് കൊടിയ പാപമായി ദീൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഒരാളുടെ ധനം അപഹരിച്ചെടുത്താൽ അവന്റെ കൈ മുറിക്കണം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് മോഷണം തെളിയിക്കപ്പെട്ടാൽ അവന്റെ കൈ മുറിക്കുക എന്നുള്ള നിയമം നടപ്പാക്കും. അത് നടപ്പാക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം അവന്റെ ധനസംരക്ഷണമാണ്. ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് സ്വതന്ത്രനായി ജീവിക്കാൻ സാധിക്കുന്നത് എന്നത് ഇതിന്റെ വിവരണ വേളയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇതോടൊപ്പം മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യം ദീൻ വകവെച്ച് കൊടുത്തിട്ടുണ്ട്. വഹിയിറങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കണം. വഹി വന്നുകൊണ്ടിരിക്കുന്ന നബിയോട് അള്ളാഹു പറയുകയാണ് കാര്യങ്ങൾ സ്വഹാബികളുമായി കൂടിയാലോചിക്കണം. ഭൗതിക വിഷയങ്ങളാണ്, അതല്ല ദീനിയായ വിഷയങ്ങളല്ല. നമസ്കാരം, അതുപോലെ ഇബാദത്തുകൾ, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങളുടെ അതിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചല്ല, അത് കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമല്ല. മറ്റു ഭൗതികമായ വിഷയങ്ങളൊക്കെ അവരുമായി കൂടിയാലോചിക്കണം. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും എന്നല്ല നമ്മുടെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത് സ്വഹാബികളുമായി കൂടിയാലോചന നടത്തണമെന്ന്. അത് കൂടിയാലോചന നടത്തുമ്പോൾ സ്വാഭാവികമായും മതഭിപ്രായ സ്വാതന്ത്ര്യം നൽകുകയാണ്. അവിടെ അഭിപ്രായം പറയാലോ, അല്ലെങ്കിൽ കൂടിയാലോചനയ്ക്ക് പിന്നെ എന്ത് പ്രസക്തിയാണ്? ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും സഹാബികളോട് കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന് വേണ്ടി ശത്രുക്കൾ വരുന്നു, മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. ശത്രുക്കളെ മദീനയിലേക്ക് അവർ വരുമ്പോൾ മദീനയുടെ ഉള്ളിൽ വെച്ച് പ്രതിരോധിക്കണമോ അതോ മദീനക്ക് പുറത്ത് വെച്ച് അവരെ നേരിടണമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അതേപോലെ മഹാരഥന്മാരായ സ്വഹാബ കിറാം പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുറന്ന് അങ്ങോട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാം. ഇബ്നു മുൻദിർ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ബദർ യുദ്ധം നടക്കുന്ന അതിന്റെ മുന്നോടിയായി തന്ത്രപ്രധാനമായ സ്ഥലത്തെ കുറിച്ചുള്ള ആലോചനയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി പറഞ്ഞു നമുക്ക് ഇന്ന സ്ഥലത്ത് തമ്പടിക്കാം. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇത് വഹീന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത് അത് വ്യക്തിപരമായ അഭിപ്രായമാണോ എന്ന് ചോദിച്ചപ്പോ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയോട് അദ്ദേഹം പറഞ്ഞു എങ്കിൽ അതിലേറെ നല്ലത് ഈ സ്ഥലമാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സ്വന്തം അഭിപ്രായങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള അവിടെ ഒരു കാര്യം ദീൻ അനുവദിച്ചു നൽകിയതായി നമുക്ക് കാണാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ യഥേഷ്ടം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. തുടർന്ന് വന്നിട്ടുള്ള ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രം പരതിയാലും ഒട്ടേറെ ഉദാഹരണങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് കാണാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റെടുത്ത അന്ന് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഥമ പ്രസംഗം, നമ്മൾ നയപ്രഖ്യാപനം എന്നൊക്കെ നമ്മൾ പറയാവുന്ന രീതിയിലുള്ള
അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇൻ റഅയ്തുമൂനി അലാ ഹഖ്ഖിൻ ഫഅഈനൂനി, ഞാൻ ഹക്കിൽ നിലകൊള്ളുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. വഇൻ റഅയ്തുമൂനി അലാ ബാത്തിലിൻ ഫഖവ്വിമൂനി, എനിക്കെന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോയാൽ നിങ്ങൾ അത് ശരിപ്പെടുത്തണം, നന്നാക്കി തരണം, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത് ശരിയാക്കി തരണം. ഇങ്ങനെ തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നൽകിയതായി കാണാം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം: നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, നിങ്ങളത് പറയുന്നതിലാണ് ഖൈറ്, നാം അത് കേൾക്കുന്നതിലും ഖൈറുണ്ട് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായും കാണാം. ഇങ്ങനെ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഇതിനർത്ഥം ഒരാൾക്ക് ഈ വിധത്തിലുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടു എന്നതുകൊണ്ട് അയാൾക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അനുവാദമില്ല. സ്വതന്ത്രനാണെങ്കിലും വിലക്കുകളുണ്ട്, നിയമങ്ങളുണ്ടാകും, വിലക്കുകളുണ്ടാകും. ആ വിലക്കുകൾ കൂടി മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള പാതയൊരുക്കലാണ്. നമ്മൾ സിഗ്നൽ തോന്നിയതുപോലെ വാഹനം ഓടിക്കാൻ സിഗ്നൽ, ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്ന് വന്നാൽ ഇവിടെ സ്വൈര ജീവിതം നടക്കില്ല. വിലക്കുകൾ ആവശ്യമാണ്, ന്യായമായ വിലക്കുകൾ ആവശ്യമാണ്. എങ്കിലേ സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദീനിലും മനുഷ്യന് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം നൽകുന്നതോടൊപ്പം തന്നെ ചില വിലക്കുകളും ദീൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം അത് അന്യന്റെ സ്വത്തിനെ അപഹരിക്കാവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ദീനിലെ അത്തരത്തിലുള്ള കർശനമായ നിയമങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായി ഖുർആൻ തന്നെ പറയുന്നു, ഒരാൾ എന്നൊരു വിഭാഗം, ഒരാളായാലും വ്യക്തിയായാലും സമൂഹമായാലും ആരായാലും ശരി, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ എനിക്ക് അനുവാദമുണ്ടല്ലോ, എങ്ങനെയൊക്കെ ജീവിക്കാം, ആരുണ്ട് തടുക്കാൻ എന്ന ഗർവോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക ഭരണകൂടം അത്തരം ആളുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് തക്കതായ ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൂറത്ത് മാഇദയുടെ 33 അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധം പ്രഖ്യാപിച്ചവർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, അവർക്കുള്ള ശിക്ഷ അവരെ വധിച്ചു കളയാം, അവരെ കുരിശിലേറ്റാം, അവരെ നാട് കടത്താം. ഇങ്ങനെയുള്ള ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫസാദ് എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശ്യമായി പറഞ്ഞിട്ടുള്ളത് കൊള്ള നടത്തുക, ജനങ്ങളുടെ സ്വൈരമായ ജീവിതത്തിന് വിഘാതമുണ്ടാക്കുക, നിർഭയത്വമുള്ള നാട്ടിൽ ഭീകരതയും അതുപോലെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കുന്നതിന് തടസ്സമായി മാറുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാം വിധിച്ചിട്ടുള്ള ശിക്ഷ അവരെ വധിക്കാം. അത് മുസ്ലിം ആയാലും ശരി, അല്ലാത്ത ആളായാലും ശരി എന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അതല്ലാതെ എനിക്ക് മറ്റുള്ളവന്റെ സ്വത്ത് അപഹരിക്കാനും മറ്റുള്ളവന്റെ ജീവൻ അപായപ്പെടുത്തുവാനും എനിക്ക് പറ്റും എന്ന ധാർഷ്ട്യത്തോടുകൂടെ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ശിക്ഷയാണിത്. അതേപോലെ തന്നെയാണ് ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ളവന്റെ അഭിമാനത്തെ കയ്യേറുവാനോ അതിനെ വികൃതമാക്കുവാനോ അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാനോ ഉള്ള അനുവാദമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ കുറച്ചാളുകളെ കാണുന്നു. ആ ആളുകളുടെ പ്രത്യേകത, അവരുടെ രണ്ട് ചുണ്ടുകൾ, ഈ ചുണ്ടിന്റെ രണ്ട് ഭാഗങ്ങളിൽ ഇങ്ങനെ അതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പിറകോട്ടെത്തുന്നത് വരെ ചുണ്ടിങ്ങനെ വലിച്ച് നീട്ടും. ഇങ്ങനെ ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിൽ കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ആരാണ് ഈ കടുത്ത ശിക്ഷ അനുഭവിക്കുന്ന ഈ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള മറുപടി,
ഇത് താങ്കളുടെ ഉമ്മത്തിൽ കളവ് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയാണ്. മറ്റുള്ള ആളുകളെ കുറിച്ച് കളവ് പറയാം. ഇയാൾക്കുള്ള ശിക്ഷ അയാളുടെ ചുണ്ടുകൾ തന്നെ ഇങ്ങനെ പിറകോട്ട് പിരടിയിലേക്ക് ഇങ്ങനെ വലിച്ചു നീട്ടുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് പഴയ സ്ഥിതിയിലേക്ക് തന്നെ മടങ്ങും, പിന്നെയും വലിച്ചു നീട്ടും. ഈ രീതിയിലുള്ള ശിക്ഷ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാർക്കാണ് എന്ന് പറഞ്ഞത്, ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് അത് കളവ് പറയുന്ന ആളുകൾക്കുള്ളതാണ്. കാരണം കളവ് പറയുമ്പോ മറ്റുള്ള ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നു. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഈ കളവ് പറയപ്പെട്ട വ്യക്തി ആരെ സംബന്ധിച്ചാണോ ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തി അപമാനിതനാകും. ഒരുപാട് ദൂഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ഇക്കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ചെറിയ ചെറിയ ഒരു അധ്വാനം കൊണ്ട്, ഒരു വിരൽ തുമ്പ് കൊണ്ട് കോടിക്കണക്കിന് ആളുകളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആളുകളുടെ കുടുംബ ബന്ധം തകർക്കാൻ അത് ഉപയോഗപ്പെടുത്തും. നന്മയുടെ ഒരുപാട് വശങ്ങൾ, നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരുപാട് സാധ്യതകൾ അതിലുണ്ടെങ്കിലും ആ സാധ്യതകളെക്കാളേറെ, ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാളേറെ പലപ്പോഴും ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നത് തന്റെ ഈമാനിനെ സ്വയം തച്ച് തകർക്കാനും കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുവാനും കള്ളം പ്രചരിപ്പിക്കാനും ഒക്കെയാണ്. അത് അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ വൃത്തത്തിൽ ഒതുങ്ങുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത് ലാ ളററ വലാ ളിറാർ. അത് ദീനിൽ അടിസ്ഥാനപരമായ ഒരു തത്വമാണ്, ഹദീസാണ്. സ്വന്തത്തിന് ഉപദ്രവമേൽപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവർക്കും ഉപദ്രവമേൽപ്പിക്കരുത്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉപദ്രവമേൽപ്പിക്കുന്നത് കുറ്റകരമാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപദ്രവമേൽപ്പിക്കാൻ പാടില്ല. പുകവലി പാടില്ല എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. പുകവലിയെ പണ്ഡിതന്മാർ എതിർക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. പുകവലിയിൽ രണ്ടുമുണ്ട്. സ്വന്തത്തിനും നാശം വരുത്തുന്നു, മറ്റുള്ളവർക്കും നാശം വരുത്തലുണ്ട്. വലിക്കുന്നവൻ 20% വലിച്ചു കയറ്റുമ്പോ ബാക്കി 80% ബാക്കിയുള്ളവരാണ് വലിക്കാൻ, ആ പുകവലിക്കാൻ നിർബന്ധിതരാകുന്നത്. അതുകൊണ്ട് അതിനെ രൂക്ഷമായി എതിർത്തിട്ടുള്ള പണ്ഡിതന്മാരെ കാണാം. അതിന്റെ അടിസ്ഥാനം ഇതാണ്, ലാ ളററ വലാ ളിറാർ. സ്വന്തത്തിന് ഉപദ്രവം വരുത്താനും അപരർക്കും ഉപദ്രവം വരുത്തുന്നത് കുറ്റകരമാണ് എന്നതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തനിക്ക് തന്റെ വിഹിതത്തിൽ തന്റെ സ്വത്ത്, തന്റെ ആരോഗ്യം എന്താകട്ടെ, അതൊക്കെ മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതും വളരെ ഗുരുതരമായ അപരാധമാണെന്ന മനോഹരമായ ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന പറയുന്ന ഒരു ഹദീസാണ്, ഒരു കപ്പൽ, അതിന് 2 തട്ടുണ്ട്. 2 തട്ടുള്ള ഒരു കപ്പൽ, അതിൽ യാത്ര ചെയ്യുന്നു ആളുകൾ. അതില് താഴെ തട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ശുദ്ധജലം കിട്ടണമെങ്കിൽ മുകൾ തട്ടിലുള്ള ആളുകളെ ആശ്രയിക്കണം. താഴെ തട്ടിലുള്ള ആളുകളിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ എന്തിനാണ് എപ്പോഴും ഈ മുകൾ തട്ടിലുള്ള ആളുകളുടെ അടുത്ത് പോയി അവരെങ്ങനെ ശല്യപ്പെടുത്തി അവരൊക്കെ നിന്ന് വെള്ളം വാങ്ങി വരുന്നത്? നമ്മുടെ അവകാശമാകുന്ന ഈ താഴെ തട്ടിൽ അവിടെ ചെറിയൊരു ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞ ഉദാഹരണമാണ്. എന്നിട്ട് തുടർന്ന് റസൂൽ പറഞ്ഞു, താഴെ തട്ടിൽ കഴിയുന്ന, അതിന് ദ്വാരമുണ്ടാക്കണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയുടെ കരം, അതിൽ കയ്യിന് പിടിച്ച് ആ തിന്മയിൽ നിന്ന് നിങ്ങൾ അയാളെ പിന്തിരിപ്പിച്ചിട്ടില്ല എങ്കിൽ കപ്പൽ ഒന്നടങ്കം മുങ്ങി യാത്രക്കാർ ഒന്നടങ്കം നശിക്കുന്ന അവസ്ഥ വരും. ഇത് സ്വാതന്ത്ര്യമല്ല, ഇത് ഭ്രാന്തമായ സ്വാതന്ത്ര്യമാണ്. ഇത്തരത്തിലെ സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടില്ല. സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിനും ഇത്തരത്തിലുള്ള ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഉദാഹരണത്തിലെ പാഠം ഉൾക്കൊള്ളണം. അത് നമ്മുടെ സ്വന്തം സമ്പത്തായാലും ശരി, മറ്റുള്ളവൻ്റെതായാലും ശരി, അതെല്ലാം കൃത്യമായി സ്വയം പാലിക്കുകയും പാലിക്കാൻ മറ്റുള്ളവർക്ക് പ്രേരണ നൽകുകയും ഉപദേശം നൽകുകയും ഒക്കെ ചെയ്യേണ്ടതാണെന്ന് മനോഹരമായ ഈ ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ വേഷവിധാനം, വ്യക്തിയെ പരിഹസിക്കുക
എന്ന് തുടങ്ങിയ കാര്യങ്ങളും നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഞാനിവിടെ തുടക്കത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച വചനത്തിന്റെ ആശയവും ഉള്ളടക്കവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. പുരുഷ സമൂഹം പുരുഷ സമൂഹത്തെയോ സ്ത്രീ വിഭാഗത്തെയോ പരിഹസിക്കരുത്, ഗീബത്ത് പറയരുത്, പരിഹസിക്കരുത് എന്നൊക്കെ ദീൻ വളരെ കൃത്യമായി പറയുന്നു. നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത്, ആ പരിഹസിക്കപ്പെടുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉത്തമനായേക്കാം എന്ന് പറഞ്ഞ് ദീൻ അതിനെ കൃത്യമായി വിലക്കിയതായി കാണാം. ഒരാളുടെയും കുറ്റം പറയരുത്, അവൻ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൃഗത്തെ കുറ്റം പറയുന്നത് പോലും വിലക്കിയിട്ടുള്ള സംഭവങ്ങൾ കാണാം. മൃഗത്തെ കുറ്റം പറയുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരതിയാൽ അങ്ങനെ പോലും കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ കുറ്റം പറയുക, അവന്റെ ഗീബത്ത് പറയുക, അവനെ കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കുക തുടങ്ങിയത് വളരെ വലിയ അപരാധമാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിന്റെ വൃത്തത്തിൽ വരുന്ന കാര്യമല്ല. സാധാരണ പറയാറുണ്ട്, നമുക്ക് കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതിന് പരിധിയുണ്ട്. എനിക്ക് കൈവീശി നടക്കാം, പക്ഷെ എന്റെ കൈവീശാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവന്റെ മൂക്ക് എവിടെ തുടങ്ങുന്നുവോ അവിടെ എന്റെ കൈവീശാനുള്ള സ്വാതന്ത്ര്യം അവസാനിക്കും. അതിന് പരിധിയുണ്ട്. ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും ദീൻ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു വസതിയത്ത്, ഒരു മധ്യമമായ നിലപാട് ഈ വിഷയങ്ങളിലൊക്കെ കാണാം. അത് പാലിച്ചും അത് നിർവഹിച്ചുമാണ് മുന്നോട്ട് പോകേണ്ടത്. ആ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ദീൻ അനുവദിച്ചതാണ്. അത് കൃത്യമായി പാലിക്കുന്നതോടുകൂടെ അവന് ശുദ്ധമായ സ്വതന്ത്രനായി സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ലഭ്യമാകും എന്നതാണ് ഈ പ്രമാണങ്ങളുടെയൊക്കെ തേട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അൽ-അത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്ന വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ജനിച്ചു വീണ നാടിനോട് സ്നേഹമുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് പ്രകൃതിപരമാണ്. അത് ദീൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കടുത്ത പീഡനം അനുഭവിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന വേളയിൽ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് റസൂൽ പറഞ്ഞിട്ടുള്ളത്, ഈ നാട്ടുകാർ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല. ശിർക്കും കുഫറും ഇങ്ങനെ തടച്ചു വളരുകയാണെന്ന മക്കയിൽ. ആ മക്കയെ നോക്കിയിട്ടാണ് റസൂൽ പറയുന്നത്, ഈ നാട്ടുകാരോട് പുറത്താക്കുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്ന നിർബന്ധിതാവസ്ഥയിലാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ആ ഹദീസിന്റെ വിവരണത്തിൽ പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്, ജനിച്ചു വളർന്ന നാട് മക്കയോട് മദീനയോട് മതപരമായൊരു സ്നേഹം നമുക്കുണ്ട്, അതെല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ഒന്നത് പ്രകൃതിപരമായ ഒരു സ്നേഹം കൊണ്ടുകൂടിയാണ്. നമുക്ക് നമ്മുടെ നാടിനോട് ഉണ്ടാവണം. അത് നമ്മുടെ പ്രകൃതിയുടെ തേട്ടമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദീൻ നമുക്കത് അംഗീകരിച്ച് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തോട് നമുക്ക് സ്നേഹമുണ്ടാകുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഏറെക്കുറെ നിർഭയത്വമുണ്ട്. നമുക്ക് ഇതുപോലെ ജുമാ നടത്താൻ പറ്റും. നമുക്ക് നമ്മുടെ ആരാധനകൾ, ഈദ്ഗാഹുകൾ, മുസല്ലകൾ നമുക്ക് നടത്താൻ കഴിയും. പ്രശ്നങ്ങളില്ലെന്നല്ല പറയുന്നത്. നമുക്ക്
ഏറെക്കുറെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മഹത്തായ അനുഗ്രഹമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂതു യൗമി കഅന്നമാ ഹീസത്തി ദുനിയ ബിഹദാഫീരിഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ തന്റെ നാട്ടിൽ, അവന്റെ വീട്ടിൽ അവൻ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്നുവെങ്കിൽ, മുആഫൻ ഫീ ജസദി, അവൻ ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്, രോഗമൊന്നുമില്ല, ആഫിയത്തുണ്ട് അവരവസ്ഥയിൽ, അന്നന്ന് കഴിച്ചു കൂട്ടുവാൻ ആവശ്യമായ ഭക്ഷണം അവനുണ്ട്. ഈ മൂന്നും ഒരാൾക്കുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവനും കിട്ടിയതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അനുഗ്രഹത്തിന്റെ വൃത്തത്തെ വിശാലമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അത്രമേൽ വലിയ അനുഗ്രഹമാണ് അത്. ദീൻ നമ്മോട് ആവശ്യപ്പെടുക അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ദീൻ ആഗ്രഹിക്കുന്നതും. ഒറ്റ ചരിത്രം ഞാൻ പറയാം. ഹുദൈബിയ സന്ധി നമുക്കറിയാം. ഹിജറ 6 ഹുദൈബിയ സന്ധി നടക്കുന്ന വർഷം ഓർത്തു വെക്കണം. 6 ഹിജറ 6-ാം വർഷമാണ് ഹുദൈബിയ സന്ധി നടക്കുന്നത്. ഹിജറ 8 മക്ക വിജയം നടക്കുന്നത്. ഹിജറ 6 നടന്ന ഹുദൈബിയ സന്ധി അത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരാണെങ്കിലും അത് വളരെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഹുദൈബിയ സന്ധിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വമ്പിച്ച വിജയം എന്നാണ്. ഫത്ഹുൽ മുബീൻ എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 10 വർഷത്തേക്കായിരുന്നു കരാറെങ്കിലും ശത്രുക്കൾ തന്നെ അത് ലംഘിച്ചു. ഈ ഹുദൈബിയ സന്ധിയുടെയും മക്ക വിജയത്തിന്റെയും ഇടക്കുള്ള ഈ 2 വർഷത്തിലാണ് ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായിട്ടുള്ളത്. ഹുദൈബിയ സന്ധിയുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 പേരടങ്ങുന്ന സ്വഹാബികളുമായി ഉംറക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ തടുക്കുകയും അത് അവസാനം ഒരു സന്ധിയിൽ കലാശിക്കുകയും ചെയ്തതാണ്. 1400 പേരാണ് ഉംറക്ക് പോകാൻ വന്നിരുന്നത്. എന്നാൽ 2 വർഷം കഴിഞ്ഞ് മക്ക വിജയം ഉണ്ടായപ്പോൾ മക്ക വിജയത്തിന് നബിയുടെ കൂടെ വന്നത് 10,000 സ്വഹാബികളാണ്. 1400 എന്നതിൽ നിന്ന് അത് 10,000-ആയി വർദ്ധിച്ചു എന്നുള്ളത് ഇസ്ലാമിന്റെ വളർച്ചയുടെ ഗ്രാഫ് അത്ര കണ്ട് ഉയർന്നു എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വളരെ വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. കാരണം യുദ്ധമില്ലാത്ത തികച്ചും നിർഭയത്വം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ആ സന്ധ്യ നിലനിന്നിരുന്ന വേളയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് കൃത്യമായി പ്രബോധനം നടന്ന ധൈര്യമായി ആരോടും പറയാനും ആരുമായി സംവദിക്കുവാനുമുള്ള തികച്ചും നിർഭയത്വത്തിന്റെ ഒരു അന്തരീക്ഷം അവർക്ക് ലഭിച്ചതുകൊണ്ട് അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഇസ്ലാം നബിയുടെ കാലത്ത് മുമ്പ്, അതിനു മുമ്പ് ഉണ്ടായതിനേക്കാൾ വലിയ വളർച്ച, ഒരു കുതിച്ചുചാട്ടം ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടായി എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടമായി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനും അതിനെ ഒമ്പിച്ച വിജയമെന്നും സ്വഹാബികളും അതൊരു ഒമ്പിച്ച വിജയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ടാണ്. ഇതെന്താണ്? നിർഭയത്വം നിറഞ്ഞൊരു സാഹചര്യമാണ് നമുക്കേറെ ആവശ്യം. അവിടെയാണ് നമ്മുടെ ദൗത്യം നമുക്ക് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുക എന്നതാണ്. അപ്പൊ ഈ ലഭ്യമായ ഇത്തരത്തിലുള്ള അമ്ന് നിറഞ്ഞ നിർഭയത്വം നിറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും നല്ല ഒരു പൗരനായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതൊക്കെ നമ്മുടെ കടപ്പാടിൽപ്പെട്ടതാണ്. നമ്മുടെ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ അതിന്റെ പുരോഗതിക്കും അതിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിലും കടപ്പാടിൽപ്പെട്ട കാര്യം തന്നെയാണ്. ഈ സജീവമായ ശ്രദ്ധയും സജീവമായ കരുതലും ഒക്കെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിശ്വാസികളെ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.